അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രമുഖനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. മക്കയിലെ ഖുറൈശ് ഗോത്രത്തിലെ പുകൾപെറ്റ മഖ്സൂം കുടുംബത്തിലാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിറവി. ജാഹിലിയ്യത്തിലെ സാഹിത്യവിസ്മയം വലീദ് ബിൻ മുഗീറയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. സ്വന്തമായി കഅബയെ പട്ടണിയിച്ചിരുന്ന ഒറ്റയാൾ. ഖത്താബിൻ്റെ മകൻ ഉമറും അബൂജഹലിൻ്റെ മകൻ ഇക്രിമയും ത്വൽഹയുടെ മകൻ ഉസ്മാനുമായിരുന്നു ഖാലിദിൻ്റെ കളിക്കൂട്ടുകാർ. അബൂ സുലൈമാൻ എന്ന വിളിപ്പേരും ഖാലിദിനുണ്ടായിരുന്നു. വാൾപ്പയറ്റ് വിനോദമാക്കി ജീവിതം മുഴുക്കെ കുതിരപ്പുറത്ത് വാളുകളുടെ തീപ്പൊരികൾക്കിടയിൽ യുദ്ധങ്ങളിൽ മുൻനിരയിൽ ചിലവഴിച്ച ഖാലിദ് ബിനുൽ വലീദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ യുദ്ധം നയിച്ചു. ബദറിൽ എതിരാളികൾക്കൊപ്പം ഖാലിദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഉഹദിൽ പങ്കെടുത്തെന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ പരാജയത്തിൻ്റെ സൂത്രധാരനായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ച അമ്പെയ്ത്തുകാരുടെ പിഴവ് മുതലെടുത്ത് മുസ്ലിങ്ങളെ പിന്നിലൂടെ ആക്രമിച്ചുകൊണ്ടാണ് ഖാലിദ് മുന്നേറിയത്. ഹിജ്റ വർഷം 6 ഉംറ ചെയ്യാനിറങ്ങിയ ദൂതരെയും സംഘത്തെയും നേരിടാൻ ഖാലിദ് ഇറങ്ങിയെങ്കിലും അവസരം കിട്ടിയില്ല. അടുത്ത വർഷം മുസ്ലിങ്ങൾ മക്കയിലെത്തി ഉംറ നിർവഹിക്കുകയും ചെയ്തു. പല സമയത്തും ഖാലിദിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിരുന്ന ചോദ്യങ്ങൾ ചിന്തയായി മാറി. മുഹമ്മദിനെയും സംഘത്തെയും തടയാൻ എന്തേ തങ്ങൾക്ക് കഴിയുന്നില്ല? ബദറും ഉഹുദും ഖന്തക്കും എല്ലാം മേൽക്കൈ അവർക്ക് തന്നെ. ഇപ്പോൾ യുദ്ധം വേണ്ടെന്ന ഹുദൈബിയ സന്ധിയും പിന്നാലെ അവർ ഉംറക്കായി മക്കയിലും എത്തിയിരിക്കുന്നു. ജൂതരെ നാടുകടത്തുന്നു. അയൽ രാജ്യങ്ങളിൽ ജൈത്രയാത്ര നടത്തുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, യുദ്ധരംഗത്ത് നമ്മെക്കാളധികം പാടവം ഇവർക്കില്ല, സാമ്പത്തിക ഭദ്രതയില്ല, അംഗസംഖ്യയും കുറവാണവർ. എന്നിട്ടും വിജയം അവർക്കു തന്നെ. നബിയുടെയും ഇസ്ലാമിൻ്റെയും വശ്യത ഖാലിദ് തിരിച്ചറിയുകയായിരുന്നു. ഇതിനിടയിലാണ് മുമ്പേ മുസ്ലിമായിരുന്ന തൻ്റെ സഹോദരൻ ഖലീദി റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് ലഭിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്കളെപ്പറ്റി അന്വേഷിച്ചതായും താങ്കൾക്ക് ഇസ്ലാം അന്യമായതെങ്ങനെ എന്ന് അത്ഭുതം കൂറിയതായും ഖലീദ് കത്തിലെഴുതിയിരുന്നു. പിന്നെ താമസിച്ചില്ല. കുതിരപ്പുറത്തേറി നേരെ മദീനയിലേക്ക്. വഴിയിൽ വെച്ച് പഴയ കളിക്കൂട്ടുകാരനായ അംർ ബിനുൽ ആസിനെയും ഉസ്മാൻ ബിനു ത്വൽഹയെയും കിട്ടി. അവരും ദൂതരെ കണ്ട് സത്യസാക്ഷ്യം ചൊല്ലി. സന്തുഷ്ടനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, മക്കയിദ അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങൾക്കെറിഞ്ഞു തന്നിരിക്കുന്നു. അതെ, മക്കയുടെയും കഅബയുടെയും താക്കോലുകൾ തന്നെയായിരുന്നു ഈ മൂവർ സംഘം. ഒരുപാട് കാലം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത തൻ്റെ വാളുകൊണ്ട് തന്നെ തൻ്റെ പാപം കഴുകിക്കളയണമെന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. പിന്നീട് മക്ക വിജയയാത്രയിൽ വലതുഭാഗത്തിൻ്റെ നായകനായി ഖാലിദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതൊരു യുദ്ധമുന്നേറ്റമായിരുന്നില്ല, ജൈത്രയാത്രയായിരുന്നു. മുഅ്തദ് യുദ്ധത്തിൽ നായകനായി സൈന്യത്തെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷമുണ്ടായ ആഭ്യന്തര കലാപങ്ങൾ നേരിട്ട സൈന്യത്തിൻ്റെ അമരത്തും ഖാലിദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മുസൈലിമ എന്ന കള്ളവാദിയെ യമാമയിൽ നാമാവശേഷമാക്കിയത് ഖാലിദാണ്. പേർഷ്യൻ കയ്യൂക്കിൽ നിന്ന് ഇറാഖിനെ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് അണച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു ഷാമിലെത്തി. അവിടുന്ന് റോമക്കാരെയും കെട്ടുകെട്ടിച്ചു. യർമൂക്കിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തിൽ റോമൻ ശക്തിയെ ദയനീയമായി പരാജയപ്പെടുത്തി ഖാലിദ് റളിയല്ലാഹു അൻഹു. മുസ്ലിങ്ങൾക്ക് യർമൂക്ക് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ഹിർക്കലിൻ്റെ നായകത്വത്തിൽ 200,000 പേരടങ്ങുന്ന റോമൻ സൈന്യത്തിനു മുന്നിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും 3000 മുസ്ലിങ്ങളും യുദ്ധസജ്ജരായി. മുഅ്തദിൽ ചൂടുപിടിച്ച രണാങ്കണത്തിൽ നായകരായ സെയ്ദ് റളിയല്ലാഹു അൻഹുവും ജഅഫർ റളിയല്ലാഹു അൻഹുവും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും കൊടിയേന്തി ഓരോരുത്തരായി ഷഹീദായി വീണു. അടുത്തതാര്? ചോദ്യമുയരും മുമ്പ് ഉത്തരവും വന്നു. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. സേനാംഗങ്ങൾ ഒന്നാകെ വിളിച്ചു പറഞ്ഞു. വാൾ പ്രയോഗം വിനോദമാക്കി മുസ്ലിങ്ങൾക്കെതിരെ രണപാടവം കാട്ടിയിരുന്ന ഖാലിദ് റളിയല്ലാഹു അൻഹു സത്യദീനിലേക്ക് വന്ന വർഷമായിരുന്നു അത്. അന്ന് ഖാലിദിൻ്റെ വശം 9 വാളുകളുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നുപോലും അദ്ദേഹം ഊരിയില്ല. പകരം 200,000 റോമൻ പടയാളികളിൽ നിന്ന് 3000 മുസ്ലിങ്ങളെ വിദഗ്ധമായി രക്ഷിച്ചെടുത്തു ഖാലിദ് എന്ന രണതന്ത്രജ്ഞൻ. പടയാളികളെ തിരിച്ചും മറിച്ചും അണിമാറ്റിയും സൈന്യത്തിന് പിന്നിൽ പൊടിപടലങ്ങൾ ഇളക്കിയും റോമക്കാരെ ഭീതിപ്പെടുത്തിയായിരുന്നു പിന്മാറ്റം.
മദീനയിലെത്തിയ സൈന്യത്തെ ചൂണ്ടി ചിലർ പരിഹസിച്ചു. യുദ്ധക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയവർ. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് തിരുത്തി. പിന്തിരിഞ്ഞോടിയവരല്ല ഇവർ, അള്ളാഹുവിൻ്റെ അനുമതിയോടെ തിരിച്ചു പോന്നവരാണ്. ഖാലിദിനെ അടുത്തു പിടിച്ച് ദൂതർ ഇങ്ങനെ പറഞ്ഞു: ഇതാ ഖാലിദ്, സൈഫുല്ല, അള്ളാഹുവിൻ്റെ വാൾ. പരിഹസിച്ചവരുടെ നാവിറങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായതോടെ സൈനിക നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു സൈനികരിൽ ഒരാളായി പടപൊരുതി. തൻ്റെ മക്കളെയും അദ്ദേഹം സൈന്യത്തിൽ ചേർത്തു. മരണം ഒളിഞ്ഞിരിക്കുന്ന യുദ്ധമുഖങ്ങളിലെല്ലാം ഖാലിദ് എന്ന പോരാളി എത്തിയിരുന്നു. എന്നിട്ടും മരണം അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് വീട്ടിലെ വിരിപ്പിലേക്കായിരുന്നു. 4 വർഷക്കാലം ഹിംസിലെ വീട്ടിൽ കഴിഞ്ഞ ഖാലിദ് റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം 21 വീട്ടിൽ നിന്നാണ് വഫാത്തായത്. യുദ്ധക്കുതിരയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ച ഒരു വാളും ഒരു ഭൃത്യനും മാത്രമേ മരിക്കുമ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് സ്വത്തായി ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.